ഹായ്, ദിസ് ശ്രീജിൽ കലിങ്ങൽ പ്രീമിയം ഓട്ടോമോട്ടീവ് കൺസൾട്ടന്റ് ഡെൽറ്റ ഗാസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു എർട്ടിഗയാണ്. എർട്ടിഗയിൽ എന്താണ് ഇത്ര വലിയ സംഭവം എന്നല്ല നിങ്ങൾ നോക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ഇന്റീരിയറിന്റെ ലുക്ക് നിങ്ങളുടെ വണ്ടിയിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതല്ല ആക്ച്വലി നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, ആർക്കും കിട്ടാത്ത ഒരു പ്രീമിയം ഇന്റീരിയർ. നമുക്ക് നോക്കിയാലോ. നമ്മുടെ പ്രീമിയം സർവീസ് അവൈൽ ചെയ്ത ഒരു ക്ലയൻറ്റിൻ്റെ റെഫറൻസ് കൂടെയാണ് നമ്മുടെ ഈ ക്ലയൻറ്റ് നമ്മളെ കണക്ട് ചെയ്തത്. അദ്ദേഹം നമ്മളെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഒരു പ്രീമിയം യൂണിക് ലുക്കിലേക്ക് എത്തിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതും അദ്ദേഹത്തിന് എത്തിക്കാനായിട്ട് സാധിച്ചു. നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ഞാൻ പറയട്ടെ. ഇപ്പോൾ കമ്പനി നൽകിയിരിക്കുന്ന ആ ഇൻറ്റീരിയറിൻ്റെ ലുക്ക് പോകും എന്നുള്ള പേടി, അതുപോലെ തന്നെ അതും എത്ര റേറ്റ് വരും, നമുക്ക് അഫോർഡബിൾ ആണോ എന്നുള്ളത്, അതുപോലെ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റെയിൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് വരുമോ എന്നുള്ളത്, ഇത് കൂടാണ്ട് നമുക്ക് എത്രത്തോളം ഇത് നമുക്ക് എഫക്റ്റീവ് ആവും, നമ്മുടെ ഡ്രൈവിങ്ങിൽ എത്ര എഫക്റ്റീവ് ആവും എന്ന് അറിയുന്നത്. ഇത്രയും കാരണം കൊണ്ടുകൊണ്ടല്ലേ നിങ്ങളുടെ ഈ പറഞ്ഞ ആഗ്രഹം നിങ്ങൾ നീട്ടി വെക്കുന്നത്. നമ്മുടെ കമ്പനി നൽകിയിരിക്കുന്ന നോർമൽ ലുക്കിൽ നിന്ന് ഒരു പ്രീമിയം ലുക്കിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സഹായത്തോട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പ്രോബ്ലം ഉണ്ടാവില്ല. അതും നിങ്ങൾ ആഗ്രഹിക്കുന്ന മെത്തേഡിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് പറയാൻ പോകുന്നത് അഫോർഡബിലിറ്റി ആണ്. നമ്മൾക്ക് എത്ര റേഞ്ചിലാണ് നമുക്ക് സീറ്റ് കവേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. സീറ്റ് കവേഴ്സ് ഒത്തിരി റേഞ്ചിൽ അവൈലബിൾ ആണ്, പല മെറ്റീരിയൽ അവൈലബിൾ ആണ്. കസ്റ്റം ചെയ്യുന്ന സീറ്റ് കവർ അത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് നമുക്ക് 3 ഇയർ മുതൽ 5 ഇയർ വരെ വാറണ്ടിയിലാണ്. അതും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല പ്രൊഫഷണലോട് കൂടിയിട്ട് ടെക്നിക്കൽ എക്സ്പേർട്ട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ റേറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 35 രൂപ മുതൽ 85,000 വരെയാണ് റേറ്റ് വരുന്നത്. ഇതൊരിക്കലും ഒരു ചീപ്പസ്റ്റ് പ്രൈസിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ചീപ്പസ്റ്റ് പ്രൈസിൽ ചെയ്യുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഇൻറ്റീരിയർ കംപ്ലൈൻറ്റ് വരുത്താനും അഗെയിൻ നിങ്ങളുടെ ആ ഡ്രൈവിംഗ് കംഫർട്ട് കളയാനും നിങ്ങളുടെ മണി ലോസസ് ഒരുപാട് ഉണ്ടാവാനും സഹായിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ ഫസ്റ്റ് പറഞ്ഞ ആ പേടി, ആ പ്രീമിയം നോർമൽ ലുക്കിൽ നിന്ന് പ്രീമിയം ലുക്കിലേക്ക് മാറ്റണോ വേണ്ടോ എന്നുള്ള നിങ്ങളുടെ ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ മാറ്റുന്നത്. പക്ഷേ ഒരു ചീപ്പസ്റ്റ് പ്രൈസ് അല്ല, ഒരു നല്ല ഗുഡ് ക്വാളിറ്റി പ്രീമിയം എക്സ്പേർട്ടിൻ്റെ സഹായത്തോട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വണ്ടി എന്നും സേഫായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലുക്കിലേക്ക് മാറ്റാൻ സഹായിക്കും. അതുപോലെ വാറണ്ടിയിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫയർ, ഫ്ലഡ്, അതുപോലെ നിങ്ങളുടെ ചിൽഡ്രൻസ്, പെറ്റ്സ് ഒക്കെ നമ്മുടെ ക്രാക്ക് വരുത്താറുണ്ട്. ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ പ്ലാൻ ഉപയോഗിച്ച് നമ്മുടെ വണ്ടീനെ സേഫ് ആക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നിങ്ങളുടെ പേടി വരാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ്റെനൻസും അതുപോലെ ലാസ്റ്റിങ്ങും ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്രീമിയം മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ, ആർട്ടിഫിഷ്യലിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. ഇതിൽ നമുക്ക് അഴുക്ക് പറ്റിയാലോ ഡസ്റ്റ് പറ്റിയാലോ ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. എന്നാൽ നമ്മളൊരു ചീപ്പസ്റ്റ് ക്വാളിറ്റിയുള്ള ചീപ്പസ്റ്റ് പ്രൈസിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊന്നും അവൈലബിൾ ആയിരിക്കില്ല. അതുപോലെ നിങ്ങൾ ലോവസ്റ്റ് പ്രൈസിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചൂടുണ്ടായിരിക്കും. കാരണം നിങ്ങളുടെ ഈ മെറ്റീരിയൽ പെട്ടെന്ന് ചൂടാവുന്ന മെറ്റീരിയലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഡ്രസ്സിൽ വരുന്ന അഴുക്കുകൾ, അതുപോലെ തന്നെ പല സംഭവങ്ങളും, ഈവൻ നമ്മുടെ സാരിയിൽ ഉപയോഗിക്കുന്ന ചില പ്രിന്റുകളൊക്കെ നിങ്ങളുടെ ഈ പറഞ്ഞ സീറ്റിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും ഫുഡ് വേസ്റ്റോ കാര്യങ്ങളൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഇതിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന പ്രീമിയം ക്വാളിറ്റി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ ഇതൊക്കെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും ഉള്ള പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 5, 6, 8, 10, 12, 20 കൊല്ലം നിങ്ങൾ വണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കുറച്ച് പേരുടെ സംശയമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ചെയ്യാൻ പറ്റുമോ, അതുപോലെ ഞാൻ പല ഡിസൈൻസ് കണ്ടിരുന്നു, അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതിനൊരു കാര്യമായിട്ടുള്ളത്, നമ്മൾ ചെയ്യുന്നത് പ്രീമിയം മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണുള്ളത്. പക്ഷേ നമ്മുടെ ഫെറാറി, അതുപോലെ പോർഷെ, അതുപോലെ ഒത്തിരി കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്, ഈ പറഞ്ഞ ബ്രാൻഡിൽ ഉപയോഗിക്കുന്ന കളേഴ്സ്. പക്ഷേ എല്ലാ കളേഴ്സും അവൈലബിൾ ആയിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കളേഴ്സും നമുക്ക് നല്ലതായിട്ട് ട്രസ്റ്റ് ചെയ്ത് ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന കളേഴ്സോ മെറ്റീരിയലോ ആയിരിക്കണം എന്നില്ല. എന്നാൽ നമ്മൾ ചെയ്യുന്ന പ്രീമിയം മെറ്റീരിയൽസ് ഇതെല്ലാം അവൈലബിൾ ആണ്. ഇതുകൂടാണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിസൈൻസ്, അതുപോലെ നിങ്ങൾ ചോദിക്കുന്ന കമ്പ്യൂട്ടറിന് എടുത്ത ചിലപ്പോൾ ഡിസൈൻസ് അത് ചെയ്യാൻ കഴിയണമെന്നില്ല. കാരണം നമ്മുടെ സീറ്റിന് അനുയോജ്യമായ നമുക്ക് ലംബാർ സപ്പോർട്ട്, അതുപോലെ തൈ സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, നമുക്ക് ഡ്രൈവിങ്ങിൽ ഹാപ്പി ആയിട്ടോ കംഫർട്ടായിട്ടോ ഡ്രൈവ് ചെയ്യുന്ന മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ സംഭവം നമ്മൾ ചെയ്യാത്തത്. പക്ഷേ നിങ്ങളൊരു ലോക്കലായിട്ട് ചെയ്യുന്ന, ഒരു ചീപ്പസ്റ്റ് ക്വാളിറ്റി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ പറയുന്ന ഏത് ഡിസൈൻസും നിങ്ങൾ പറയുന്ന ഏത് കളേഴ്സും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ കംഫർട്ടും ലോങ് ലാസ്റ്റിക്കും അവർ അഷ്വർ ചെയ്യില്ല, 100% അഷ്വർ ചെയ്യില്ല.
നമ്മൾ ഇന്ത്യയിൽ ചെയ്തിരിക്കുന്ന ഈ മെറ്റീരിയൽ വാട്ടർ അബ്സോർവേഷൻ വളരെ കുറവായതുകൊണ്ടും ഈസി ക്ലീൻ ചെയ്യാൻ പറ്റാവുന്നതുകൊണ്ടും നമുക്ക് ഹീറ്റ് റിഡക്ഷൻ കുറവായിരിക്കും. പക്ഷെ ഒരിക്കലും 100% ഹീറ്റ് പോവില്ല. അത് നിങ്ങൾ പല ആഡ്സിലും കണ്ടിട്ടുണ്ടായിരിക്കും, പല ചീപ്പസ്റ്റ് ക്വാളിറ്റി ഷോപ്പുകളിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും സീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ 100% ഹീറ്റ് പോകുന്നുള്ളത്. അതൊരിക്കലും പോവില്ല, കാരണം ഈ പറഞ്ഞ ഘടകങ്ങൾ അതിൽ ഉൾപ്പെട്ടതാണ്. അതുപോലെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള കംഫർട്ട്, നമ്മൾ ലോങ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും ഷോർട്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും നമ്മൾ എപ്പോഴും വണ്ടിയിൽ നിന്ന് ഇറങ്ങി കയറി ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് നമ്മുടെ കാലിനൊരു പെയിൻ വരാം, അതുപോലെ ബാക്ക് പെയിൻ വരാം, ഇതൊക്കെ വരാറുണ്ട്. ഇതിന് ഏറ്റവും നന്നായിട്ട് നമ്മൾ സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ലെംബ സപ്പോർട്ടും തൈ സപ്പോർട്ടും എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ പെർഫെക്റ്റ്ലി സൂട്ടബിൾ ആയിട്ടുള്ള സീറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഡ്രൈവിങ് ലോങ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഷോർട്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും നല്ല കംഫർട്ടായിരിക്കും കിട്ടുക. ഇത് കൂടാണ്ട് നമ്മൾ എക്സ്ട്രാ ഫോംസും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കംഫർട്ടിന് വേണ്ടിയിട്ട്. ഇതെല്ലാം ഒരു പ്രീമിയം ഘടകം തന്നെയാണ്. അതുപോലെ കസ്റ്റം സീറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മൾ ചെയ്യുന്ന സീറ്റ് കവേഴ്സ് കമ്പനി സീറ്റ് കവേഴ്സ് റിമൂവ് ചെയ്തതിനു ശേഷം അഡീഷണൽ ഫോം ഉപയോഗിച്ച് അത് ക്ലിയറായി പെർഫെക്റ്റ്ലി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതായിരിക്കും സീറ്റ് വരുന്നത്. അതിലായിരിക്കും നമ്മൾ പ്രീമിയം മെറ്റീരിയൽ വെച്ച് കവർ ചെയ്ത ഒരു പ്രീമിയം സീറ്റ് കവേഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സംശയമായിരിക്കും, ഇനി പഴയ സീറ്റ് കവറിലേക്ക് എനിക്ക് കുറേ കാലം കഴിഞ്ഞാൽ പോകാൻ കഴിയുമോ എന്നുള്ളത്. തികച്ചും ചെയ്യാൻ കഴിയില്ല, കാരണം അത് നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്ത് കഴിഞ്ഞു. കസ്റ്റമൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ന്യൂ പ്രീമിയം ലുക്കിലായിരിക്കും നമുക്ക് ചെയ്യാനായിട്ട് കഴിയുക. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഡിസൈൻ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ തീർച്ചയായും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഒരു പുതിയ ലുക്കിലേക്കും പുതിയ പ്രീമിയം ലുക്കിലേക്കും ചേഞ്ച് ചെയ്യാനായിട്ടും സാധിക്കും. അതുപോലെ നിങ്ങളുടെ ഹൈറ്റ് കുറവാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു തലോണ വെച്ചിട്ടോ അതുപോലെ എന്തെങ്കിലും സംഭവം വെച്ചിട്ടാവും നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവുക. അവർക്കുള്ള ഒരു ഗുഡ് ചോയ്സാണ് ഈ പറഞ്ഞ കസ്റ്റമൈസേഷൻ. കാണാനുള്ള ഒരു ലുക്കും അതുപോലെ ഹൈറ്റും കൂടുന്നതോടുകൂടി പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് നമ്മുടെ ഇമേജ് ഒരിക്കലും കുറയാനായിട്ട് സാധിക്കില്ല. അതുപോലെ നമ്മൾ 12 ഇയേഴ്സായി ഇൻഡസ്ട്രിയിലുള്ളതുകൊണ്ട് തന്നെ ഏറ്റവും ന്യൂ ആയിട്ടുള്ള പ്രീമിയം ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും ഹൈ ക്ലാസ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ വർക്കിംഗ് ആക്ച്വൽ നിങ്ങൾ പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ നമ്മുടെ വർക്ക് കഴിയുന്നു. അതുകൂടാണ്ട് നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, പെർഫെക്റ്റ് ടൈമിൽ ഡെലിവറി ആയിരിക്കും. അതുപോലെ നിങ്ങളുടെ ഒരു ഡൗട്ടായിരിക്കും, എൻ്റെ വണ്ടിയിൽ എയർ ബാഗ് ഉണ്ട്, എനിക്ക് സീറ്റ് കവർ ചെയ്യാൻ കഴിയുമെന്നുള്ളത്. അതും കസ്റ്റം സീറ്റ് കവർ ചെയ്യാൻ കഴിയുമെന്നുള്ളത് തികച്ചും ചെയ്യാൻ കഴിയും. നമ്മൾ ചെയ്യുന്ന എയർ ബാഗുള്ള എല്ലാ വെഹിക്കിൾസിലും നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മുടെ എയർ ബാഗ് വരുന്ന പൊസിഷൻസിൽ നമ്മൾ കസ്റ്റം ചെയ്യില്ല എന്ന് മാത്രം, പക്ഷേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഫുൾ സേഫ്റ്റിയോട് കൂടി 100% അഷുറൻറ്റോട് കൂടി. പല ചീപ്പസ്റ്റ് ക്വാളിറ്റിയിൽ ഡീൽ ചെയ്യുന്ന കുറേ ഷോപ്പുകളും കടകളും പറയുന്ന ഒരു കാര്യമുണ്ട്, അതും ക്ലിയറായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കലും കസ്റ്റം സീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തണ്ടൽ വേനുള്ള ഒരാളോ അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഉള്ള ഒരാൾക്കോ ബാക്ക് പെയിൻ മാറില്ല. കാരണം നിങ്ങൾ പലരും നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും. അത് വെച്ചിട്ട് നിങ്ങൾ സീറ്റ് കവർ ചെയ്യരുത്. കാരണം ഇതൊരിക്കലും തണ്ടൽ വേനയോ അതുപോലെ ബാക്ക് പെയിനോ മാറ്റാനുള്ള ഒരു മെഡിസിനോ സംഭവമല്ല, നമ്മുടെ കംഫേർട്ട് കൂട്ടാനുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ സംഭവങ്ങളുള്ള ഒരാൾ ഇത് ചെയ്തുകൊണ്ട് ബെനിഫിറ്റ് കൂടുകയോ കുറയുകയോ ഇല്ല. എപ്പോഴും തിരക്കുള്ള നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, ഇത് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും, എൻ്റെ വണ്ടി എത്ര ദിവസം ഉണ്ടെന്നുള്ളത്. ആക്ച്വലി നമ്മളിത് എടുക്കുന്നത് ഒരു 5 days ആണ് നമ്മൾ എടുക്കുന്നത്, വണ്ടിയുടെ വലിപ്പത്തിനനുസരിച്ച്. അപ്പോൾ മിനിമം 5 days എന്തായാലും നമുക്ക് വണ്ടി അവൈലബിൾ ആയിരിക്കണം. കാരണം ഇത് ചെയ്യുമ്പോൾ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു മാനുവലായിട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എറേഴ്സ് വരാം. ബാക്കി എറേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് ചെയ്യാനായിട്ടുള്ള ടൈമും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ 5 days ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, ഈ 5 days എൻ്റെ വണ്ടി ഇട്ട് നൽകുന്നത് സേഫ് ആണോ എന്നുള്ളത്. നമ്മൾ പ്രീമിയം സർവീസ് ആയതുകൊണ്ട് തന്നെ വണ്ടി പിക്ക് ചെയ്യുന്ന സ്ഥലം മുതൽ വണ്ടി ഡെലിവറി ചെയ്യുന്ന സമയം മുതൽ അതുപോലെ വണ്ടി ഇടയിൽ വർക്ക് ചെയ്യുന്ന സമയം എല്ലാം നമ്മൾ റെക്കോർഡിക്കലായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് പിക്ചേഴ്സും അഗ്രിമെൻറ്റ്സും സൈൻ ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. പക്ഷേ നമ്മൾ എല്ലാ വർക്കിനും ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ ബുക്കിംഗ് സ്ലോട്ട് എടുത്ത് ബുക്ക് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ചെയ്യുക. അതും നമ്മുടെ ഫുൾ പേയ്മെൻറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ വണ്ടി എടുക്കാറുള്ളൂ. അത്രയും പ്രീമിയം ക്വാളിറ്റി സർവീസാണ് നമ്മൾ നൽകുന്നത്. അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടും 100% കിട്ടുന്നതായിരിക്കും. നമ്മുടെ മേജർലി ഉള്ള ക്ലയൻസ് ബിസിനസ്, അതുപോലെ ഡോക്ടേഴ്സ്, IT, അതുപോലെ ടീച്ചേഴ്സൊക്കെയാണ്. ഇവർക്കുള്ള മെയിനായിട്ടുള്ള സംഭവം, അതായത് നിങ്ങൾക്കുള്ള മെയിനായിട്ട് സംഭവം, ഇത് നിങ്ങൾ ഡെയിലി യൂസ് വണ്ടി ആയതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾക്ക് വണ്ടി ഇടാൻ കഴിയില്ല. ഞാൻ എങ്ങനെ ഇടും എന്നുള്ള പ്രോബ്ലം ആയിരുന്നു. അതിനായിട്ട് നമ്മളൊരു വെഹിക്കിൾ സൊല്യൂഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ചാർജോടുകൂടി ഒരു പാക്കേജും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആ വണ്ടി ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് വേറൊരു വണ്ടി നിങ്ങൾക്ക് ബൈബാക്ക് ചെയ്ത് തരും. ആ സമയത്ത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഒരിക്കലും പ്രശ്നം ഉണ്ടാവില്ല. വിലക്കുറവ് മാത്രം നോക്കി നടക്കുന്ന കുറച്ച് പേർക്കുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് ഇത് ഞാൻ പറയുന്നത്. അങ്ങനെ കിട്ടുന്ന ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് കടകളും ചീപ്പസ്റ്റ് റേറ്റിൽ അവൈലബിൾ ആണ്. അവിടെ കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ബില്ലുകളൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്, നിങ്ങൾ ഈ പറയുന്ന 1 year 5 year വാറണ്ടിയിൽ കിട്ടുന്ന പ്രൊഡക്റ്റിന്
സർവീസോ കംപ്ലൈൻറ്റോ വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. സർവീസും കിട്ടാൻ ചാൻസ് ഇല്ല പലപ്പോഴും. അടുത്തതായി വരാൻ പോകുന്നതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സർവീസിൽ അവർ നൽകുന്നത് ഒരു ഡി ക്ലാസ് എംപ്ലോയീസിൻ്റെ സർവീസ് ആയിരിക്കാം. അതുപോലെ എവിടെയൊക്കെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം കോസ്റ്റ് കുറച്ച് വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള സർവീസോ ട്രീറ്റോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ ഞങ്ങൾ ഒരിക്കലും നമ്മൾ ഏറ്റവും കൂടുതൽ റേറ്റ് കുറവാണ് നമ്മുടെ എവിടെയെന്നോ ഒരിക്കലും ഒരുപാട് ഓഫേഴ്സ് ഉണ്ടെന്നുള്ള രീതിയിലോ എല്ലാവർക്കും നമ്മൾ സെല്ല് ചെയ്യാനായി നോക്കുന്നില്ല. സർവീസ് കൊടുക്കാനായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പ്രീമിയം സർവീസ് ആഗ്രഹിക്കുന്ന ആ കുറച്ച് പേരെ ഹാപ്പി ആയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% അഷ്യൂർഡോടുകൂടി കിട്ടുന്നത് ഇന്ന് കേരളത്തിൽ ഡെൽറ്റ കാർസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഈ കസ്റ്റം സീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളും നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ എഫക്റ്റിനെ കുറിച്ചിട്ടും. എന്നിട്ടും ഈ ആഗ്രഹം നമ്മൾ മനസ്സിൽ വെച്ച് ഇപ്പോഴും നമ്മൾ ചെയ്യാണ്ട് ഡ്രൈവ് ചെയ്യാനാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ആഗ്രഹമായിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോവുക. ജസ്റ്റ് റീജിൽ അല്ലെങ്കിൽ പ്രീമിയം ഓട്ടോമോട്ടീവ് കൺസ്റ്റന്റ് ഡെൽറ്റ കാർസ്.